ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലയും ഉണ്ടാക്കാം അല്ലേ? ഈ കടലക്കറി ഒരു നിസ്സാരക്കാരനല്ല. ഇത് കഴിച്ചവരാരും ഇതിന്റെ റെസിപ്പി ചോദിക്കാതെ പോയിട്ടില്ല. അപ്പൊ തുടങ്ങിയാലോ? വെള്ളത്തിലിട്ട കടലയും പുട്ടും കുറ്റിയും റെഡി. അരിയൽ പ്രക്രിയ തുടങ്ങാം. ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുക്കർ എടുത്ത് വെളിച്ചെണ്ണയും അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി ഇട്ട് നന്നായി സോട്ട് ചെയ്യാം. ഉപ്പിടാൻ മറക്കണ്ട കേട്ടോ. അതൊന്ന് വയന്ന് വരുമ്പോഴേക്ക് പുട്ടിനുള്ള പരിപാടി തുടങ്ങാം. അജ്മി പുട്ടുപൊടി, അത് ശരിക്കും ഒരു ആശ്വാസമാണ്. കൂടുതൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം, അതാണല്ലോ അളവ്. അപ്പൊ അതിവിടെ മാറ്റി വെക്കാം. ഈ ടൈം കൊണ്ട് ഉള്ളി ആവശ്യത്തിന് വയന്ന് വന്നിട്ടുണ്ട്. അതിലോട്ട് തക്കാളി ആഡ് ചെയ്യാം, ഒപ്പം പച്ചമുളകും കറിവേപ്പിലയും കൂടെ. എന്നിട്ട് നന്നായി ഇളക്കാം. കറിക്ക് ആവശ്യമുള്ള പൊടികൾ സെറ്റ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, സെയിം അളവിൽ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. പൊടികളുടെ കുത്തൽ മാറുന്ന വരെ വഴറ്റിയെടുക്കാം. 2 ചെറിയ ഉരുളക്കിഴങ്ങ് ചെറുതായി തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഉപ്പും കൂടെ കുതിർത്ത് വെച്ച കടലയും കൂടെ ആഡ് ചെയ്യാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി മൂടിയിടാം. ഇനി ഒരു 8 വിസിൽ. അതുവരെ ചുമ്മാ നോക്കി നിൽക്കാൻ സമയമില്ല, പുട്ടുണ്ടാക്കണ്ടേ. പുട്ടുപൊടി ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി കുടിച്ചിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം നല്ല സോഫ്റ്റ് പുട്ടുപൊടി റെഡിയായി. തേങ്ങയും പുട്ടുപൊടിയും മാറി മാറിയിട്ട് പുട്ടുകുറ്റി നിറച്ചു. അങ്ങനെ ഇതാ 8ാമത്തെ വിസിലും അടിച്ചു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം. നന്നായി ഒന്ന് ഇളക്കാം. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നതാണ് ഈ കടലക്കറിയുടെ മെയിൻ ഐറ്റം, കോക്കനട്ട് മിൽക്ക് പൗഡർ. ഞാൻ നെല്ലറ ബ്രാൻഡാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതൊരു 300 ഗ്രാം വെള്ളത്തിലോട്ട് 3 ടേബിൾ സ്പൂൺ അത്രയും ആഡ് ചെയ്തിട്ടുണ്ട്. അത് നേരെ നമുക്ക് കറിയിലോട്ട് ഒഴിക്കാം. നോർമൽ തേങ്ങാപ്പാലും യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഒരു മിൽക്ക് പൗഡർ യൂസ് ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തില്ലെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം. കടലക്കറിക്ക് ഇനി ലാസ്റ്റ് ടച്ചപ്പിന്റെ ആവശ്യം കൂടെ ഉള്ളൂ. അപ്പോഴേക്ക് പുട്ട് റെഡി. കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് വെള്ളം കൂടിയ പോലൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ ഒരു 30 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോഴേക്ക് നല്ല തിക്ക് കടലക്കറി റെഡി.